എന്തായാലും കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ തന്നെയാണ് വയനാട് ജനത ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യമൃഗ സംഘർഷത്തിൽപ്പെട്ട് ഉലയുന്ന രണ്ട് ജനത, ഒന്ന് വയനാടും ഒന്ന് ഇടുക്കിയും തന്നെയായിരിക്കും. പ്രത്യക്ഷത്തിൽ പാലക്കാടും പുറകിലല്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ ആവർത്തിച്ച് ഈ രണ്ട് ജില്ലകളിലെയും ജനങ്ങളാണ് ഇപ്രകാരം ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ വലയുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ആകാത്തത് ഖേദകരമാണ്. എന്തായാലും വയനാട് പയ്യമ്പള്ളിയിൽ കാട്ടാന ശല്യത്തിൽ ബുദ്ധിമുട്ടിലാണ് കർഷകർ. 35 ചാക്ക് നെല്ല് കാട്ടാന ചവിട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. 70,000-ത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകനായ ബെന്നി പറയുകയും ചെയ്യുന്നു. കടുവയും കാട്ടാനയും വയനാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉയർത്തിയിട്ട് വർഷങ്ങളാകുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പയ്യമ്പള്ളിയിലുണ്ടായ കാട്ടാന ശല്യം. കൂട്ടമായെത്തി പാടത്തിറങ്ങിയ കാട്ടാന നെൽകർഷകനായ ബെന്നിക്ക് വരുത്തിവെച്ചത് 70,000 രൂപയുടെ നഷ്ടമാണ്. കൊയ്തുവെച്ച 35-ലധികം ചാക്ക് നെല്ലാണ് ആന തിന്നു തീർത്തത്. കഴിഞ്ഞ നെൽകൃഷി 35 ചാക്ക് നെല്ലോളം എടുത്ത് ചാക്കിനകത്താക്കി കൊയ്ത്തുബന്തി യന്ത്രത്തിന് കൊയ്ത് വാറ്റിപ്പറക്കി ചാക്കിനകത്താക്കി വെച്ചതാണ്. വയലിൽ നിന്ന് കൊണ്ടുപോകാൻ വാഹനം കിട്ടാത്തത് കൊണ്ട് വയലിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അത് അന്ന് രാത്രി ആന വന്ന് അത് കുത്തി നശിപ്പിക്കുകയും വയലിൽ തിന്നുകയും ചവിട്ടി തെറിപ്പിച്ച് കളയുകയും എല്ലാം ചെയ്തു. വന്യമൃഗശല്യത്തോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും കർഷകന്റെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ മഴ പെയ്തിട്ട് നമുക്ക് വിളവെടുക്കാൻ താമസം വന്നു. കാരണം മഴ പെയ്ത് വെള്ളമായതുകൊണ്ട് കൊയ്ത്ത് യന്ത്രം ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. അതുകൊണ്ടാണ് വിളവെടുക്ക് ഇച്ചിരി താമസിച്ചത്. അല്ലെങ്കിൽ ഇതൊരു 10 ദിവസം മുമ്പേ വിളവെടുത്ത് പോകേണ്ടതാണ്. ഒരു രാത്രി കൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതിൽ ദുഃഖത്തിലാണ് കർഷകൻ. അതോടൊപ്പം പ്രദേശത്തെ വന്യജീവി ശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ ഇടപെടണമെന്ന് ബെന്നി ആവശ്യപ്പെടുന്നു. ജനം, വയനാട്.